മിൻഹ്വാനും ഹാനോളും കൂടി ചേർന്ന് സംസാരിക്കുകയാണ്. മിൻഹ്വാൻ ഇപ്പോൾ ഒരാളെ തല്ലി തോൽപ്പിച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൻഹ്വാൻ ഒരു ടാസ്ക് കിട്ടിയതാണ്. ക്ലയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്ലയന്റിനെ ബുള്ളി ചെയ്യുന്ന ഒരു കുട്ടീനെ തല്ലി തോൽപ്പിക്കണമെന്ന രീതിക്കായിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് നിന്റെ വീക്ക്നെസ് എന്താന്ന് വെച്ചാൽ അതെന്നെ അറിയിക്കണമെന്നായിരുന്നു മിൻഹ്വാൻ പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ ആ ഒരു ക്ലയന്റ് അവന്റെ അച്ഛൻ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ആണ് എന്നും അച്ഛന് ഒരു സ്റ്റുഡന്റുമായിട്ട് അഫയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ദൃശ്യങ്ങൾ പോലും മിൻഹ്വാൻ അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലയന്റ് തല്ലുവാനായിട്ട് പറഞ്ഞ ആളെയൊക്കെ മിൻഹ്വാൻ തല്ലിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ തല്ലിയ ആൾക്ക് തന്നെ അവൻ ഈ ഫോട്ടോയും കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാണ് മിൻഹ്വാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനും ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു രസത്തിനൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗാമിന് സെഹുണെ രക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും 11:30 ആയിട്ടുണ്ടായിരുന്നു. അവന്റെ അമ്മയും അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെയും സെഹുവിന്റെയും കോലമൊക്കെ കണ്ടിട്ട് പോലും അമ്മ എന്താണ് സംഭവിച്ചതെന്ന് അവനോട് ചോദിക്കുന്നില്ല. മറിച്ച് രാത്രി 10 മണിയാകുന്നതിന് മുമ്പായിട്ട് തന്നെ തിരിച്ച് വീട്ടിൽ എത്തിക്കോളാം എന്നൊക്കെ നീ എനിക്ക് വാക്ക് നൽകിയതാണ്. ആ ഒരു വാക്കൊക്കെ നീ പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ മാറുവാനായിട്ട് നീ റെഡി ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അമ്മ പോയത്. ഞാൻ സ്കൂളിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റഡി ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കുവാനെന്നൊക്കെ ഗാമിന് സെഹുവിനോട് പറയുമ്പോഴത്തേക്കും നിന്റെ അമ്മ സ്കൂള് മാറാമെന്ന് പറഞ്ഞതിനെ കുറിച്ചാണോ നീ ആലോചിക്കുന്നത്? അതൊക്കെ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാകുമെന്നൊക്കെ പറഞ്ഞ് സെഹ്യുണും ഗമിനെ സമാധാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. എന്റെ അമ്മ എന്നോടൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കും. ഞാൻ മിഡിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം അമ്മ എന്റെ അടുത്ത് വന്നിട്ട് ഗോബി ഡിസേർട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം മംഗോളിയയിൽ ട്രിപ്പിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു എന്നെ ചീറ്റ് കൊണ്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളുടെ അടുത്ത് ഇനി ഒരു ബന്ധവും വേണ്ട എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അമ്മ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ നടന്നിട്ടുമുണ്ട് എന്നൊക്കെ കമൻ പറഞ്ഞിരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യത്തെക്കുറിച്ച് കൂടി അവൻ ഓർക്കുന്നത്. അമ്മയും അച്ഛനും കൂടി ഡിവോഴ്സ് ഒക്കെ ചെയ്യുവാനായിട്ട് പോവുകയാണ്. നീയും കാത്തിരുന്നോ? പിന്നെ നീ പഠിക്കുവാനായിട്ട് മോശമല്ലേ? അതൊന്നും തന്നെ ഒരു കുഴപ്പമേ അല്ല. നീ മോശപ്പെട്ട ഒരു കാര്യം പോലും ചെയ്യാത്ത നല്ലൊരു വ്യക്തിയായി മാത്രം മാറിയാൽ മതിയെന്നായിരുന്നു അമ്മയും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കടന്നു വന്നതിന് ശേഷം സ്കൂൾസിന്റെ ഒരു ലിസ്റ്റ് ഒക്കെ അവന് കൊടുക്കുകയാണ്. ഇതിൽ നിന്നും നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കൂളൊക്കെ സെലക്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് അമ്മയും പോകുന്നു. ഗാമിന് സെഹ്യൂണിനോട് ബെഡിൽ കിടന്നോളുവാനും സെഹ്യൂൺ ഗാമിനോട് ബെഡിൽ കിടന്നോളുവാനും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടുപേരും ബെഡിൽ കിടക്കാതെ നിലത്തൊക്കെ കിടക്കുകയാണ്. നിനക്ക് നല്ല മാർക്കൊക്കെ വേണമെന്ന് നിന്റെ അമ്മയ്ക്ക് ഒരു വാശിയുമില്ല. എന്നെപ്പോലെ നിനക്ക് പണത്തിന് ആവശ്യവുമില്ല. പിന്നെ നീ എന്തിനാണ് ഇതുപോലെ എപ്പോഴും പഠിത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ സെഹ്യുണും ഗാമിനോട് ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവനും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്. അന്ന് അവന്റെ അച്ഛൻ വലിയൊരു നേട്ടമൊക്കെ കൈവരിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഒക്കെ നിന്റെ അച്ഛനെ പോലെ ആകുവാനായിട്ടാണോ നിന്റെ ആഗ്രഹം എന്നൊക്കെ അവനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവന്റെ മാർക്കൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അവരെ ഫേസ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടേക്കായിരുന്നു അവന് നിന്നത്. നീ അവന് അമിതമായിട്ടുള്ള പ്രതീക്ഷയൊന്നും കൊടുക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. നിന്നെ പോലെ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ഗാമിന് ഒരിക്കലും ഇതൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ അവന്റെ അമ്മ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവനും കേട്ടിട്ടുണ്ടായിരുന്നു. ആളുകൾക്ക് നമ്മുടെ അടുത്ത് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്നതൊക്കെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ ഗാമിന് പറയുമ്പോഴത്തേക്കും സെഹ്യോണും അനുഭവമൊക്കെ വെച്ചിട്ട് അതറിയാമായിരുന്നു. ഗാമിനെ സ്കൂളൊക്കെ മാറ്റുവാനായിട്ട് അമ്മയും ഇപ്പോൾ പ്രിൻസിപ്പാളിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ഗാമിനെങ്ങാനും നമ്മളെ ഉപേക്ഷിച്ച് പോയാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് കുട്ടികൾ ആകെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് ഈ ജില്ലയിലെ ഏറ്റവും കുറവ് മാർക്കുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഇത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കൊക്കെ പോകണമെങ്കിൽ അതിന് അത്രയും നല്ല മാർക്കൊക്കെ വേണം. പക്ഷെ അവന് മാർക്കൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ ഒരു സ്കൂളിലും അവനെ എടുക്കാത്തത് കൊണ്ട് അവനെ ഈ സ്കൂളിൽ തന്നെ നിർത്തുവാനായിട്ടാണ് സാധ്യത എന്നൊക്കെ സെഹോൾ പറഞ്ഞൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കുട്ടികളും ഒരുപാട് ഹാപ്പി ആകുന്നു. പക്ഷെ അപ്പോഴേക്കും അവന്റെ അമ്മ ഇറങ്ങി വന്നിട്ട് ഇവിടുത്തെ സ്കൂളിലൊന്നും നിനക്ക് അഡ്മിഷൻ കിട്ടുകയില്ലെങ്കിൽ നമുക്ക് സോളിലാണെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. സോളിലെ സ്കൂളിലൊക്കെ പഠിക്കണമെങ്കിൽ സോളിൽ വീട് നോക്കണമല്ലോ. സോ അമ്മ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ വീടൊക്കെ നോക്കി തുടങ്ങിയിരിക്കുകയാണ്. ഗാമിനെ ഇവിടെ നിർത്തുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ കുട്ടികൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ മോശപ്പെട്ട കുട്ടികളല്ല എന്നൊക്കെ ആദ്യം അമ്മനെ തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് സെഹുണ് നിൽക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യാം, ഞാൻ മൂന്നാമത്തെ നിലയിൽ നിന്നും താഴേക്കൊക്കെ ചാടാൻ നോക്കാം, നിങ്ങളും എന്നെ അങ്ങ് രക്ഷിച്ചാൽ മതി, അതുവഴി നമ്മൾ നല്ല കുട്ടികളാണെന്നൊക്കെ അമ്മ വിചാരിക്കുമെന്നൊക്കെ ജൂൺ പറയുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മൂന്നംഗ ഗ്യാങ്ങിലെ ഒരു കുട്ടിയൊക്കെ സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ട് ആ ഒരു വഴിക്കൊക്കെ വരികയാണ്. അങ്ങനെ ഇരിക്കെ ഇതൊന്നും തന്നെ അമ്മ കാണാതിരിക്കുവാനായിട്ട് അവരും ആ ഒരു കുട്ടീനെ ഇടിച്ചടിച്ച് അവിടെയെല്ലാം തന്നെ
പുകയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ മണമൊക്കെ പോകുവാനായിട്ട് പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ ആ കുട്ടിയുടെ വാ പോലും പൊത്തി വെക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത്. പക്ഷെ ഇത്രയേറെ ചെയ്തിട്ടും അമ്മ പല പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ നേരത്തെ ഫൈറ്റൊക്കെ ഉണ്ടായ സമയത്ത് പൊട്ടിയിട്ടുണ്ടായിരുന്ന ജനലിന്റെ ചില്ല് പോലും അവർ മാറിയിട്ടില്ല. അവിടെയും ഇവിടെയുമായിട്ട് സിഗരറ്റിന്റെ കുറ്റികളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് പോലും ടീച്ചർമാർ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തുനിന്ന് മറച്ചു വെക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു അമ്മ നടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇവരും എത്രത്തോളം നല്ല ഇമേജ് ഒക്കെ സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തന്നെ വെറുതെ ആയി പോവുകയാണ്. ഹീവോണ് നേരെ ചെന്നിട്ട് അമ്മയുടെ വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തുന്നു. പിന്നീട് എന്താണ് കാര്യം എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും സെഹുനെ വിളിച്ച് കാണിച്ചിട്ട് ഇവനാണ് ഈ സ്കൂളിൽ ഏറ്റവും നല്ല മാർക്കുള്ള കുട്ടി. ഏതൊരു ക്വസ്റ്റ്യൻ കാണിച്ചാലും ഇവൻ സിമ്പിൾ ആയിട്ടൊക്കെ അത് സോൾവ് ചെയ്ത് കാണിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിവോൺ നിൽക്കുമ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താണ് കാര്യം? അല്ലെങ്കിൽ തന്നെ സ്കൂളിൽ കിട്ടുന്ന മാർക്ക് കൊണ്ട് വലിയ കാര്യമുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അമ്മയും. ഞങ്ങൾക്ക് ഗാമിനെ വേണം. ഗാമിന്റെ അടുത്ത് നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജൂണും നിൽക്കുകയാണ്. പക്ഷെ അടുത്തതായിട്ട് ജൂൺ ഫൈറ്റിനെ കുറിച്ചൊക്കെ പറയുവാനായിട്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ജീവവും അവനെ തടയുന്നു. ലീ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ അമ്മനെ എങ്ങനെ പിടിച്ചു നിർത്തിയേ മതിയാകൂ എന്നൊക്കെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന ഹീവോണും എന്റെ വയറ്റിൽ ഗാമന്റെ കുഞ്ഞുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് ഛർദ്ദിക്കുവാനായിട്ടൊക്കെ നോക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ കുറച്ച് കൂടിപ്പോയെന്ന് എല്ലാവർക്കും തന്നെ തോന്നുന്നുണ്ട്. അമ്മയും അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നു. അതിനൊക്കെ ശേഷമായിരുന്നു ലെയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മൾ എങ്ങനെ ഗാമിന്റെ അമ്മേനെ കൺവിൻസ് ചെയ്യണം, ഇതുകൊണ്ടൊന്നും തന്നെ നമ്മൾ തോറ്റു പോകാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുകയായിരുന്നു ലെയും. അമ്മയ്ക്കും പുതിയ വീട് കാണുക പോലും വേണ്ടായിരുന്നു. എത്രയും വേഗം കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തിട്ട് അവനെ പുതിയ സ്കൂളിലൊക്കെ ചേർക്കുവാനായിട്ടായിരുന്നു അമ്മയും ശ്രമിച്ചത്. അങ്ങനെ ഇരിക്കെ നിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഞങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചീവുവും ഗാമിന് ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ലിയും പെട്ടെന്ന് തന്നെ ഒരു വണ്ടിയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് അത് വളരെയധികം സ്പീഡിലൊക്കെ ഓടിച്ചോണ്ട് വരികയാണ്. അങ്ങനെ ഇരിക്കെ അവരും കാമിന്റെ തൊട്ടടുത്തായിട്ടൊക്കെ എത്താറാകുമ്പോഴത്തേക്കും ബൈക്കിൽ വന്ന ഒരു കുട്ടിയൊക്കെ ഇവരുടെ കാറിന് മുമ്പിലായിട്ടൊക്കെ കൊണ്ടുപോയി വണ്ടി നിർത്തുന്നു. ലീ സേഫ് ആയിട്ടൊക്കെ വണ്ടി നിർത്തുന്നുണ്ടെങ്കിലും ജൂണിന് വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ആകെ മൊത്തം ഛർദിയൊക്കെയാണ് വരുന്നത്. പക്ഷെ അപ്പോഴേക്കും ഒരുപാട് വണ്ടികള് ഇവരുടെ വണ്ടിയുടെ മുമ്പിലായിട്ടൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്നു. നമ്മൾ നേരത്തെ ജൂണിനെ ആദ്യമായിട്ട് കണ്ട സമയത്ത് ജൂണിനെ കുറച്ച് കുട്ടികൾ അറ്റാക്ക് ചെയ്യുന്നതൊക്കെയാണല്ലോ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലെ മെയിൻ ആയിട്ടുള്ള ആളാണ് കാങ്. സോ ആ ഒരു കാങ്ങും ഗ്യാങ്ങും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടൊക്കെ ഉള്ളത്. ഫൈറ്റിംഗിൽ നമ്പർ 1 ആയിട്ടുള്ള ഗാവനെ അന്വേഷിച്ചാണ് നീ ഇവിടെ എത്തിയിട്ടുള്ളത്. നിലവിൽ ഗാവൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്പർ 2 ആയിട്ടുള്ള എന്റെ അടുത്ത് നീ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കാങ്ങിനോട് ചോദിച്ചുകൊണ്ട് ജൂൺ നിൽക്കുമ്പോഴത്തേക്കും കാങ്ങും കയ്യിലുണ്ടായിരുന്ന ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ജൂണിന്റെ തലക്കെട്ടൊക്കെ അടിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ലീ വെളിയിലേക്കൊക്കെ ഇറങ്ങുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ലിയോട് അകത്ത് തന്നെ ഇരുന്നോളുവാനായിട്ട് പറഞ്ഞിട്ട് ജീവ കൂടി വെളിയിലേക്കൊക്കെ ഇറങ്ങുന്നു. എന്നിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇടിച്ചിടുന്നുമുണ്ട്. അതുപോലെ തന്നെ ജൂണും ജീവവും കൂടി ചേർന്നിട്ടാണ് ഇനിയുള്ള ഫൈറ്റ് എല്ലാം തന്നെ നടക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിന് നിലവിൽ ലീഡറൊന്നും ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം ബാക്കിയുള്ളവരുടെ കൂടെ പോയിട്ട് ലീഡറിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കണം. ഈ ഒരു ആൾക്കാരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ജോൺ ജീവന്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് കാറിലൊക്കെ ഇരിക്കുവാനായിട്ട് പേടിയായിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും ഇവരുടെ കയ്യിൽ നിന്നും തല്ലുവല്ലോ നീ മേടിക്കുകയാണെങ്കിൽ നിന്നെ ഞാനായിരിക്കും കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ജോണിനെ ഏൽപ്പിച്ചതിന് ശേഷം ജീവവും വണ്ടിയിലേക്ക് കയറുന്നത്. മാത്രമല്ല നമുക്ക് എത്രയും വേഗം ഗാമിന്റെ അടുത്തേക്കൊക്കെ പോകാമെന്ന് അവളും പറയുന്നു. സോ ഇപ്പോൾ ലീയും വണ്ടിയൊക്കെ റിവേഴ്സ് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് കാങ്ങിന്റെ വണ്ടിയൊക്കെ ഇടിച്ചിട്ടതിന് ശേഷമാണ് വണ്ടിയുമായിട്ട് മുന്നോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.